ഇത് ഹൗസ് ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതിമനോഹരമായ കാഴ്ചയാണ്. അതിമനോഹരമായ കാഴ്ച. ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകളാണ് ഇവിടെ ഉള്ളത്. ഇഷ്ടം പോലെ വലിയ ഡബിൾ ഡക്കർ ബസ്സുകൾ പോലെ AC കമ്പാർട്ട്മെൻറ്റുള്ള ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകൾ അക്കരെയൊക്കെയായി ഇങ്ങനെ നിരന്ന് കിടക്കുന്നു. കവണാറ്റിങ്കര ഒരു ദൃശ്യമാണ്. ഇതാണ് ഹൗസ് ബോട്ടിൻ്റെ ഡ്രൈവർ സീറ്റ്. വളരെ മനോഹരമായ വലിയ ഹൗസ് ബോട്ടാണ്. ആറിൻ്റെ തീരത്ത് ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ വന്നാൽ യാത്ര പോകാം. നല്ല അടിപൊളി കായൽ ട്രിപ്പാണ്. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. കണ്ടോ, സെൻട്രൈസ് AC ആണ്. ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ കവണാറ്റിങ്കര ചീപ്പങ്കൽ പാലത്തിലോട്ട് പോവുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ്. നിങ്ങൾക്ക് സൈഡ് കാഴ്ച കാണിച്ചു തരാം. പോട്ടെ 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 പോട്ടെ. ഈ ഹൗസ് ബോട്ടുകൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നു. പതുക്കെ പോകും. പതുക്കെ ബോട്ട് വരുന്നുണ്ട്. ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ട്. അൽഫ എന്ന് പറയുന്ന ഹൗസ് ബോട്ട് ഉണ്ടോ. ചീപ്പങ്കൽ പാലത്തിൽ ലക്ഷ്യമാക്കി പോവാണ്. ചീപ്പങ്കൽ പാലം ലക്ഷ്യമാക്കി മഴയത്ത് നല്ല അടിപൊളിയായിട്ട് പോകുന്നു. പോട്ടെ 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 പോട്ടെ. അതിമനോഹരമായ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പോകട്ടെ പോകട്ടെ. ഹൗസ് ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്ത് കിടക്കുവാണ്. വൈകുന്നേരം സമയമാകുമ്പോൾ ഹൗസ് ബോട്ടുകളെല്ലാം പാർക്ക് ചെയ്യണം അല്ലേടാ? അതെ. എങ്ങാനും വെള്ളത്തിലോ തിരയിലോ കാറ്റത്തോ അകപ്പെട്ട് ഒരുപാട് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആൾക്കാർ സുരക്ഷയെ കരുതിയാണ്. പണ്ട് യാത്രയൊക്കെ അനുവദിച്ചിരുന്നു. ഇപ്പൊ യാത്ര നിയമവിരുദ്ധമാണ്. സുരക്ഷയാണ് പ്രധാനം. പോട്ടെ പോട്ടെ. ഇഷ്ടംപോലെ ഒത്തിരി ബോട്ടുകളുണ്ട് അല്ലേ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഡ്രീം പാലസ് ഹൗസ് ബോട്ട്. ഡ്രീം പാലസ് ഹൗസ് ബോട്ട്. ഇത്രയും റിസ്ക് എടുത്ത് വീഡിയോ എടുക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ വേണ്ടിയാണ്. കോട്ടയത്ത് തന്നെ എന്തെല്ലാം അല്ലേ, ലോകത്തിലെ അല്ലേ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ ഫെസിലിറ്റിയും ഇവിടെയുണ്ട്. മഴക്കാലമാണെങ്കിൽ പോലും അതായത് ചീപ്പങ്കലും അതുപോലെ തന്നെ കവണാറ്റിക്കരയിലും ഇതുപോലെ ഉണ്ട്. അത് രണ്ടും ഈ വലിയ കായലിലോട്ട് ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ എവിടെ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അവിടെ വരിക. നേരത്തെ പ്രീ ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വരുവാണെങ്കിൽ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. റേറ്റ് ഒക്കെ ചോദിച്ചു വെക്കുന്നല്ലേ. നേരത്തെ ബോട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ശിക്കാരി വെള്ളമാണോ അതോ ഹൗസ് ബോട്ടാണോ വേണ്ടത്? ഹൗസ് ബോട്ടിന് കുറച്ചുകൂടെ ചാർജ് കൂടുതലായിരിക്കും. ശിക്കാരി വെള്ളം ആകുമ്പോഴത്തേനും മേളിലൊരു ഇതൊരു ശിക്കാർ വെള്ളമാണ്. അപ്പം ഇത് ചെറിയ ബോട്ടല്ലേ? അത് ശിക്കാരി വെള്ളമാണ്, ഹൗസ് ബോട്ടല്ല. ശിക്കാരി വെള്ളം, അത് ചെറുത് ശിക്കാരി വെള്ളമാണ്. ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ മുറികളുണ്ട്. മുറികളുണ്ട്. ഫുഡ് അവൈലബിൾ ആണ്. ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. ബെഡ്റൂം ഉണ്ട്. പല പല ഹൗസ് ബോട്ടുകൾ പാർക്ക് ചെയ്യും. ഒരു വണ്ടിക്ക് പോകാനുള്ള കഷ്ടി ഇടയേ ഉള്ളൂ ഈ റോഡ്. ഹൗസ് ബോട്ടുകളാണ്. അക്കരെ സൈഡിലും പാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങോട്ട് ചേർന്നു. വണ്ടി വന്ന് നമ്മൾ സൈഡ് അടിക്കുകയാണ്. ഇവിടുത്തെ പാർക്ക് രണ്ട് വണ്ടിക്ക് കഷ്ടിയ സൈഡ് കൊടുക്കുകയേ ഉള്ളൂ. ഒരു വണ്ടിക്ക് തന്നെ കഷ്ടിയെ പോകാൻ പറ്റത്. ഇവിടെ എല്ലാം ഹൗസ് ബോട്ടാണ്. കിച്ചണ ഹൗസ് ബോട്ടില് കിച്ചണ് അല്ലേ, നല്ല അടിപൊളി ബാത്റൂം, എല്ലാ ഫെസിലിറ്റിയും, ബെഡ്റൂം. ഒരു നില രണ്ട് നിലയൊക്കെയുള്ള ഹൗസ് ബോട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു പോട്ടെ. അപ്പോൾ ബോട്ടിങ്ങിന് ഇവിടെ വരിക. ഹൗസ് ബോട്ടിങ്ങിന് നമ്മുടെ കവണാറ്റിങ്കരയിലോ അല്ലെങ്കിൽ ഇതുപോലെ ചീപ്പങ്കൽ. ഇത് ചീപ്പങ്കലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത്ര മനോഹരമാണ് നമ്മുടെ ഇത്. നോക്കിയത് എന്ത് സുന്ദരമാണ്. ഈ മൺസൂണിൽ ഹൗസ് ബോട്ട് യാത്രയൊക്കെ എത്ര നല്ല, AC-ക്കകത്ത് പോകാനൊക്കെ അല്ലേ. ഇത്ര മനോഹരമായ അക്കരെ സൈഡിൽ അത് ശിക്കാരി വെള്ളം അല്ലേ, ചെറിയ വെള്ളം, ശിക്കാർ വെള്ളം അല്ലേ.
ഹൗസ് ബോട്ട് എന്ന് വെച്ചാൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് അല്ലേ? മുറികളുണ്ട്, ബാത്റൂം, ബെഡ്റൂം, കിച്ചണ് അല്ലേ, സിറ്റ് ഔട്ട്, ഇതുണ്ടോ, കംഫർട്ടായിട്ട് യാത്ര ചെയ്യുക അല്ലേ? കൂടുതൽ ഫുഡും കിട്ടും അല്ലേ? ഈ മഴക്കാലത്ത് ഈ മൺസൂണൊക്കെ ഉണ്ടല്ലോ, വിദേശ ചെറിയ വള്ളങ്ങൾ വെയിൽ കൊണ്ട് പോകാതിരിക്കാൻ ഷെയ്ഡിനകത്ത് കയറ്റിയിട്ടേക്കും. ചെറിയ വള്ളങ്ങൾ അല്ലേ? ഓക്കെ. എന്താ റോഡ്, ഞങ്ങൾ ഈ റോഡ്സിലൂടെ പതുക്കെ പോവാ. നിങ്ങളെ ഈ പതുക്കെ പതുക്കെ മനോഹരമായ കാഴ്ച കാണിക്കുകയാണ്. മഴയാണെങ്കിൽ കണ്ടോ ഇഷ്ടം പോലെ. ഇവിടെ താമസിക്കുകയും ചെയ്യാം. നേരം വെളുക്കുമ്പോൾ ഇത് ബോട്ടിങ്ങിന് പോവാം. ഇച്ചിരി പതുക്കെ ഉണ്ടോ ഒരു വണ്ടി വന്നു ഇവിടെ ചവിട്ടിക്കും. ഇവിടെ സൈഡ് കൊടുക്കാൻ ഭയങ്കര പാടാണ്. ഒരു തരത്തിൽ സൈഡ് കൊടുത്തു. ഗ്ലാസ് കയറ്റാതെ ഈ നോർമൽ കണ്ടോ. അതെ ഇവിടെയൊക്കെ ബോട്ടെ കയറാനുള്ള സ്ലൈഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ലൈഡിങ് കയറി നിന്നാൽ ബോട്ടെ കയറാൻ എളുപ്പമുണ്ട്. അതെ ഡബിൾ ഡക്കർ ബോട്ട്, ചെറുത് ശിക്കാരവള്ളവും വലുത് ഹൗസ് ബോട്ടുമാണ്. ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ഫെസിലിറ്റി ഉണ്ട്. ഒരു ഹോട്ടൽ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് അല്ലേ? കിച്ചണ്, താഴെ മേളിലും ആൾക്കാർ ഇരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ. വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. വളരെ അടിപൊളിയാ. വെനീസ് ഒക്കെ പോലെയുണ്ട് കേട്ടോ. കിഴക്കിന്റെ വെനീസ് എന്ന് പറയുന്ന ആലപ്പുഴ അതുണ്ടോ? പോട്ടെ പോട്ടെ പോട്ടെ. പോട്ടെ പോട്ടെ. അത് ഞാൻ നേരെ കാണുന്നതാണ് ചീപ്പുങ്കൽ പാലം. ഇതുപോലെ തന്നെ സെയിം കവണാറ്റിങ്കരി. നമ്മൾ കവണാറ്റിങ്കരി എടുത്ത് കാണിക്കണമെന്നില്ലേ, ചീപ്പുങ്കൽ പോലെ തന്നെയാണ് അല്ലേ? ഇത് കടവ്, വണ്ടി ഓടിക്കുക സൂക്ഷിക്കുക. കടവില് കുറച്ച് ഇത് കട്ടിങ്സ് ഉണ്ട്. ഗൂഗിൾ മാപ്പ് ഇട്ട് വരുന്ന പ്രത്യേകം സൂക്ഷിക്കുക. ഗൂഗിൾ മാപ്പ് ചിലപ്പം വഴി കാണിക്കുമ്പോൾ ചിലപ്പോൾ കട്ടിങ്സ് ഉണ്ട്. നല്ല ഇപ്പൊ ഇവിടെ നല്ല വീതിയൊക്കെ, നേരത്തെ നല്ല വഴിക്കൊക്കെ നല്ല വീതിയൊക്കെ. റോട്ടിൽ നിന്ന് അറിയാവുന്നവര്, നീന്തറിയാവുന്നവരും വഴിയെപ്പറ്റി ശരിക്കും അറിയാവുന്നവര് മാത്രമേ നേരിട്ട് റോട്ടിൽ നിന്ന് നേരെ ചെറിയ വഴികളിലേക്ക് ഇറങ്ങാവൂ. അല്ല അപകട സാധ്യതയുണ്ട്. ഇവിടെ സൈഡിങ് ഒക്കെ ഉണ്ട് കേറാൻ. കണ്ടോ നേരെ വെള്ളത്തിലോട്ട് കയറാൻ റൈഡിങ് കാണിക്കണം. അവിടെ ചെല്ലുമ്പോൾ കാണിക്കും. പോട്ടെ പോട്ടെ പോട്ടെ. കണ്ടോ ഇഷ്ടംപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ആഹാ ഇഷ്ടം പോലെ സ്ലൈഡിങ് കാണിച്ചു കൊടുക്കണം. അതേ കണ്ടോ ഹൗസ് ബോട്ട് ഇങ്ങനെ വന്നാ. പോട്ടെ 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 പതുക്കെ പോട്ടെ. കണ്ടോ അടിപൊളി ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടം വരെ വണ്ടി വന്ന് ഇവിടെ ഈ സ്റ്റെപ്പ് വഴി കയറാം. എന്താ അടിപൊളി ഹൗസ് ബോട്ട്. ഉണ്ടോ റോഡ് ഇങ്ങനെ നടക്കുന്നു. ഇതൊക്കെ വണ്ടി ഉണ്ടോ? എത്ര ഹൗസ് ബോട്ടുകൾ എണ്ണയാ തീരത്തില്ല. ഒത്തിരി ഉണ്ട് കേട്ടോ. കണ്ടവാനുണ്ട്. ഇത് കാണാൻ ഇത് എന്താ ഇതുപോലെ ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളാണ്. ഇത് ചീപ്പുങ്കൽ പാലമാണ് ഈ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് കവണാറ്റിങ്കര പാലത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ബോട്ടക്കയറാനുള്ള വലിയ ഫെസിലിറ്റീസ് ഉണ്ട്. കണ്ടോ ചീപ്പുങ്കൽ പാലം. മേളി ചീപ്പുങ്കൽ പാലം. വണ്ടികൾ നേരെ തണ്ണീർമുക്കം ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയാണ്. വൈക്കം പോകാം. ഇവിടെ വന്നാൽ ഈസിയായിട്ട് ബോട്ടിങ്ങിന് പോകാം. അങ്ങോട്ടുമൊക്കെ ഇഷ്ടം പോലെ ബോട്ട് ലാൻഡിങ് ഉണ്ട്. നിർത്തി കാണിക്കണേ. കണ്ടോ അങ്ങോട്ടും അതുപോലെ ആ സൈഡിലോട്ടും സ്ലൈഡ്സ് ഉണ്ട്. ഇവിടെ അതിമനോഹരമായ ഒരു തട്ടുകടയുണ്ട്. പാപ്പാണ്ണൻ്റെ കട, ഷാപ്പിലെ രുചി. അതുപോലെ തന്നെ ഇവിടെ ഒരു സൈൻ ബോർഡുണ്ട്. അയ്മനം ചീപ്പുങ്കൽ റോഡ്, ഗ്രാമപഞ്ചായത്ത്, കോട്ടയം ജില്ല. ചിപ്പുമാലി കായൽച്ചിറ റോഡ്. ഇതെല്ലാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതിസുന്ദരമായ സ്ഥലമാണത്. ഇടത് സൈഡിൽ പുല്ല് കയറി കിടക്കുന്നു. റൈറ്റ് സൈഡ് ഇങ്ങനെ ഒരു ഹൗസ് ബോട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുന്ന അതിമനോഹര. മഴ പെയ്യും. നല്ല സ്ഥലം, അതിമനോഹരമായ സ്ഥലമാണത്. ഞാൻ പോകുന്നത് ഈ ഒരു വലിയ കാടിനകത്തോട്ട് കയറാൻ പോവാണ്. ഇതാണ് സ്ഥലം. കാടിനകത്തോട്ട് കയറുവാണ്. എല്ലാം കാട് പിടിച്ച് കിടക്കുന്നു. അടിപൊളിയാണത്.
ഈ കണ്ടോ മഴ പെയ്യുന്നു, എന്നാൽ ഇതിനകത്തൂടെ കയറി പോവുകയാണ്. ചുറ്റും നല്ല മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇതുവഴി പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ടത് ഈ സൈഡിൽ കയറി പോവുകയാണ്. നല്ല ശക്തമായ മഴയാണ്. ഇതിൽ ഞാൻ കയറി പോവുകയാണ്. നല്ല രസം, അടിപൊളി, ശക്തമായ മഴ. എൻ്റെ കൂടെ വന്ന എൻ്റെ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു എൻഡിങ് പോയിന്റ് കാണിച്ചു തരാം. അവിടെ എന്നാ കണ്ടേ? അവിടെ നാല് പങ്ക് പോലെ നമ്മൾ കായൽ വ്യൂ ഈ കാട്ടിക്കട ഈ വഴി കൂടെ പോയി കാണിച്ചു തരാം. ഇവിടെ തെന്നും മഴ പെയ്യുന്നൊന്നും അറിയത്തില്ല. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ട്. സ്ലിപ്പ് ഏരിയയാണ്. എൻഡിങ് കാണിച്ചു തരാം. വളരെ രസമാണ്. ആഹാ, അടിപൊളി അടിപൊളി. ഇത് കണ്ടോ, വ്യൂ കണ്ടോ? ഈ സ്ഥലം ഏതായത്? കുമരകം ചീപ്പുങ്കൽ. ഇതിൻ്റെ ഈ ഹൗസ് ബോട്ട് ജെട്ടിയുടെ അങ്ങേ അറ്റത്ത് വന്നായിരിക്കുകയാണ്. കണ്ടോ ഈ വ്യൂ കണ്ടോ? എത്ര സുന്ദരമായ വ്യൂ. ആഹാ, കണ്ടോ? അതിമനോഹരമായ വ്യൂ. എത്ര സുന്ദരമായിരിക്കും. പോകാം. മനോഹരമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. വ്യൂ എൻ്റെ വ്യൂ ആണ്. മഴ നനഞ്ഞും കാണിക്കുവാണ്. നിങ്ങളാണ് ആ പട്ടികൾ? ഏതായാലും മഴ നനഞ്ഞെങ്കിലും നിങ്ങളെ കാണിക്കുന്നത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കണ്ടോ ഈ എൻഡിങ് എത്ര മനോഹരമാണ്, പ്രകൃതി രമണീയം. ആ ഹൗസ് ബോട്ട് കണ്ടോ? അതിസുന്ദരം. ഈ സൈഡ് നോക്കി, ഈ സൈഡ് മൊത്തം കാട് കണ്ടോ? പക്ഷികൾ ചേക്കേറുന്നു. അതിമനോഹരം. എത്ര സുന്ദരം. വേമ്പനാട്ട് കായൽ അതിമനോഹരം. കാണുക. കണ്ടോ ഇത് മുഴുവൻ ഇവിടെ കാടാ. നല്ല തെങ്ങ്. അങ്ങകലെ കണ്ടോ നല്ല പച്ചപ്പ്. കണ്ടോ വേമ്പനാട്ട് കായൽ. ഇതുവഴിയൊക്കെ ഹൗസ് ബോട്ടിൽ ഒന്ന് യാത്ര ചെയ്യണം മക്കളെ. എന്നാ അടിപൊളിയായിരിക്കുമെന്നറിയോ? ഞാൻ നിൽക്കുന്ന ഇതിൻ്റെ എൻഡിങ്ങിലാണ്. ഇത് കണ്ടോ ഈ എൻഡിങ്ങിൽ, ഇതാണ് ലാസ്റ്റ് എൻഡിങ്. കാണുക. കണ്ടോ അതിമനോഹരമായ ദൃശ്യം. കണ്ടോ സൈഡിൽ നിന്നുള്ള ആറ് ഇങ്ങനെ വരുന്നു. കണ്ടോ നേരെ നോക്കി അങ്ങോട്ട് ഡയറക്ഷൻ. ഇത് 4 ഡയറക്ഷനിലോട്ടും വെള്ളം ഒഴുകുന്നു. കണ്ടോ നേരെ പോകുന്നു. അതുപോലെ ഈ സൈഡിലോട്ട് ഒഴുകുന്നു. ഇതാണ് 4 സൈഡിലോട്ട് ഒഴുകുന്ന കായൽ. ആറ്റിൽ നിന്ന് വെള്ളം 4 സൈഡിൽ നിന്നും വന്ന് സംഗമിച്ചത് വേമ്പനാട്ട് കായലായി ഒഴുകി അറബിക്കടലിലോട്ട് പോകുന്ന സീനാണത്. ഒരു സൈഡിൽ മുഴുവൻ തെങ്ങിൻചിറ. എത്ര മനോഹരമാണ് ഈ കേരളം. എന്ത് മനോഹരമായ കാഴ്ച.
നാളികേരമാണെങ്കിൽ നിറച്ച് കൊലച്ച് നിൽക്കുന്നു. പൂമരശ് മരം, കാട്, ഇതേ നല്ല കാട്, അതുപോലത്തെ നല്ല പൂമരശ് മരം. എത്ര മനോഹരമായ ദൃശ്യമാണ് ഇത്. ഈ പക്ഷികൾ പറന്ന് ചേക്കേറാൻ പോകുന്നു, കൊക്കുകൾ പറക്കുന്നു, ദേ മീനുകൾ ഉല്ലാസത്തിൽ ചാടി കുളിക്കുന്നത്. എന്ത് മീനുകളാണെന്നറിയോ? വാള, കൂരി, കരിമീൻ ഇതൊക്കെ ചാടി കളിക്കുന്നു. ആഫ്രിക്കൻ പായൽ ഒഴുകുന്നു. ദേ പുല്ല് പിടിച്ച് കിടക്കുന്നു, എക്കലടിഞ്ഞ് പുല്ല് പിടിച്ച് അതിന് മേളിൽ ചേറുമീനുകൾ വെട്ടുന്നു, പക്ഷികൾ ചിലയ്ക്കുന്നു, ചേക്കേറുന്നു. അതിമനോഹരമായ ദൃശ്യമാണ്. സൂപ്പർ. ഇവിടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഹൗസ് ബോട്ട് യാത്ര ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും നഷ്ടം. ഇനി നമുക്ക് പതുക്കെ കണ്ടോ, അതിമനോഹരമായ സ്ഥലം. ആഹാ, വ്യൂ 360 വ്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നത്. എത്ര മനോഹരം! 360 വ്യൂ. ആഹാ, എന്തൊരു മനോഹരമായ സ്ഥലം. ആഹാ, 360 വ്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോ, 4 സൈഡിലോട്ട്. ദേ ഇങ്ങോട്ടെ, ദേ ഇങ്ങോട്ടെ, ദേ ഇങ്ങോട്ടെ, ദേ തിരിച്ച് നമ്മുടെ കവണാറ്റിങ്കര ചീപ്പുങ്കൽക്ക് നമുക്ക് പോവാം. ബായു, ഇവിടെയാണ് ഇഷ്ടം പോലെ കവണാറ്റിങ്കരയും ചീപ്പുങ്കലും. ഈ ആറ്റിലാണ് ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകളുള്ളത്. ഹൗസ് ബോട്ട് യാത്രയ്ക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഈ കാടിനകത്തുനിന്ന് പുറത്തിറങ്ങുകയാണ്. കണ്ടോ, അടിപൊളി വ്യൂസ്, അടിപൊളി. ഇതേ എൻ്റെ അനിയൻ കുടയായിട്ട് വരുന്നുണ്ട്. നമുക്കിനി ഇത് ചീപ്പുങ്കലല്ലേ, അത് കവണാറ്റിങ്കരയോ? ഇത് നമുക്കിനി മൊത്തം നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തേക്കാം അല്ലേ? ഹൗസ് ബോട്ടുകൾ ഇഷ്ടം പോലെ നിരന്തരമായിട്ട് കിടക്കുന്ന സ്ഥലമല്ലേ ഇത്? കണ്ടോ, ഇത് ചീപ്പുങ്കലോട്ട് പാലത്തിൻ്റെ അങ്ങോട്ട് ചെല്ലുവാണ്. ഇവിടെ എല്ലാം ഹൗസ് ബോട്ടുകളാണ്. അത് കണ്ടോ, ഏത് സമയത്തും വന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, ഓൺലൈൻ ബുക്ക് ചെയ്യാം. ഞാൻ തിരിച്ച് ചീപ്പുങ്ക പാലത്തിന് അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഇവിടെയൊക്കെ മഞ്ചുകളുണ്ട്. ഇതേ നമ്മൾ വണ്ടി ചെയ്ത് ഇവിടം വരെ വണ്ടിയെ വരാം. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം. ചീപ്പുങ്ക പാലത്തിലോട്ട് പോവുകയാണ്. ഇതുപോലെ തന്നെയാണ് കവണാറ്റിങ്കരയും. ഇതുപോലെ തന്നെ കവണാറ്റിങ്കരയിലോട്ടും പാലത്തിൻ്റെ അവിടെ ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകൾ വന്ന് കിടക്കുന്നുണ്ട്. രണ്ട് വശത്തും, അതായത് ഇതിനു മുമ്പ് കുമരകം കഴിയുമ്പോൾ കവണാറ്റിങ്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകളുണ്ട്. അതുപോലെ തന്നെയാണ് ചീപ്പുങ്ക പാലം. ഇവിടെ ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകളുണ്ട്. അതിമനോഹരമായ സ്ഥലമാണിത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് മനോഹരമായ പാടശേഖരമുണ്ട്. ഇതിൻ്റെ മോട്ടോർ തറയാണ് പാടത്തിൻ്റെ. ഇത് നല്ലതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ. കണ്ടോ, മനോഹരമായ മൺസൂൺ കാലമാണ്. അതുപോലെ യമഹ ചെറിയ ബോട്ടേൽ ചെറിയ വള്ളത്തേൽ മീൻ പിടിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ലക്ഷറീസ്, സാധാരണ, AC, നോൺ AC എല്ലാ ടൈപ്പുമുള്ള ഹൗസ് ബോട്ടുകളുണ്ട്. നമ്പർ ഓഫ് ആളുകളുടെ എണ്ണം അനുസരിച്ചുണ്ട്. ഇതാണത് മീൻ പിടിക്കാൻ പോകുന്ന ചെറിയ യമഹ പിടിപ്പിച്ച വള്ളങ്ങൾ. 2 വള്ളങ്ങളുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോയി കാണിക്കാം കേട്ടോ. ഹൗസ് ബോട്ടുകളെല്ലാം കാണിക്കാം. പാലം വരെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നിങ്ങൾ കുമരകം വരുവാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ചീപ്പുങ്കൽ, മണിയാവറമ്പ്. ഇതുവഴി ഹൗസ് ബോട്ട് ഫെസിലിറ്റി ഉണ്ട്. ഈ ഹൗസ് ബോട്ട് ഫെസിലിറ്റി AC, നോൺ AC ഒക്കെ ഉണ്ട്. ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ട്. വൈകിട്ടാകുമ്പോൾ ഹൗസ് ബോട്ടുകളെല്ലാം കരക്കടിപ്പിക്കണം. ഹൗസ് ബോട്ട് ട്രിപ്പ് കഴിഞ്ഞ് വരുന്നതാണ് കാണുന്നത്. രാത്രി ആകുന്നതിന് മുമ്പ് ഹൗസ് ബോട്ടുകളെല്ലാം കരയ്ക്ക് അടുപ്പിക്കണം. അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
പഴശ്ശിരാജ ഹൗസ് ബോട്ടിൽ പഴശ്ശിരാജ ഹൗസ് ബോട്ട്. ചിലത് കൈ വെച്ച് വേവ് ചെയ്യുന്നു. ഹായ്, ഇതാണ് ഓരോ ഫാമിലീസ് അടിച്ചു പൊളിക്കുന്നു. AC ബോട്ടാണ്. അപ്പോൾ AC-ക്ക് റേറ്റ് കൂടുതൽ, നോൺ AC റേറ്റ് കുറവ്, അങ്ങനെയൊക്കെയാണ്. നേരത്തെയാണ് ചീപ്പങ്ക് പാലം. ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി ഇറങ്ങി വരേണ്ടത്. അവിടെയൊക്കെ നമ്മൾ പയ്യെ ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങുവാണ്. ഹൗസ് ബോട്ട് പതുക്കെ നേട്ടിക്ക്. ഹൗസ് ബോട്ട് റേറ്റ് 1500 പെർ ഹവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹൗസ് ബോട്ട് 1500 പെർ ഹവർ. നമ്മൾ പയ്യെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. കവണാറ്റിങ്ങര പാലമാണ് മേളിൽ. ചീപ്പുങ്കൽ പാലമാണ് മേളിൽ. ചീപ്പുങ്കലും കവണാറ്റിങ്ങര ഏകദേശം 1 കിലോമീറ്റർ ഉള്ള വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ഏകദേശം ഒരുപോലെയാണ്. ഈ ചേർത്തല കുമരകം റോഡ് സൈഡിലാണ്. ഇതാണ് മെയിൻ ഹൈവേ. ഹൈവേയിലോട്ട് കയറുവാണ്. ഇതാണ് ചീപ്പുങ്കൽ പാലം. നിങ്ങളെ ഞാൻ ഒന്നും കൂടെ കാണിക്കുന്നു. ഈ ആദ്യം കവണാറ്റിക്കര പാലം, അത് കഴിയുമ്പോൾ ചീപ്പുങ്കൽ പാലമാണ്. രണ്ട് ആറുകളിലിൻ്റെ സൈഡിലും പാലത്തിൻ്റെ അവിടെ ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകളുണ്ട്. രണ്ടും ഒരുപോലെയാണ്. 1 കിലോമീറ്റർ വ്യത്യാസമുള്ളത്. ഈ പതുക്കെ വിട്ടേ. ഇതാണ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പാലത്തിൻ്റെ താഴെ ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകൾ കണ്ടോ. ഇഷ്ടം പോലെ ഇതേ കണ്ടോ ഹൗസ് ബോട്ടുകൾ. ഞാൻ മേളെ വ്യൂ കാണിക്കാം. കണ്ടോ പതുക്കെ വിട്ട് കണ്ടോ. ഇതാണ് ചീപ്പങ്കൽ പാലത്തിൻ്റെ മേളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകൾ കണ്ടോ. എന്ത് ഹൗസ് ബോട്ടുകളാണ്. ഇതുപോലെ തന്നെയാണ് കവണാറ്റിക്കര പാലത്ത് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം കവണാറ്റിക്കര, അത് കഴിഞ്ഞ് ചീപ്പുങ്കൽ. ആലപ്പുഴയിൽ നിന്ന് വരുവാണെങ്കിൽ ആദ്യം ചീപ്പുങ്കൽ, അത് കഴിഞ്ഞ് കവണാറ്റിക്കര.